മാക്സിമം ഓൺലൈൻ പ്രസൻസ് വഴി കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും വാട്സപ്പ്. നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വാട്സപ്പ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് വാട്സപ്പ് സോഷ്യൽ മീഡിയയിലും പെയ്ഡ് ആഡ്സിലും ഒരു ഗെയിം ചേഞ്ചർ ആകുന്നതെന്നാണ് ഡിസ്കസ് ചെയ്തത്. വാട്സപ്പ് എന്നത് വെറും ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, ഗ്ലോബലി 2 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പവർ ഹൗസ് കൂടിയാണ്. മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളെ അപേക്ഷിച്ച് വാട്സപ്പിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ബിസിനസ്സുകൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് പേഴ്സണലി അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ സാധിക്കുക എന്നത്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് വേണ്ടത് വളരെ ഫാസ്റ്റ് പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. അവിടെയാണ് നമുക്ക് വാട്സപ്പിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണ് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് അവസാനമായി ഇഗ്നോർ ചെയ്തത്? വാട്സപ്പിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 98% മെസ്സേജുകൾക്കും ഓപ്പൺ റേറ്റ് ഉണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ 60% കസ്റ്റമേഴ്സും ബിസിനസ് കമ്മ്യൂണിക്കേഷന് ഇപ്പോൾ ഫോൺ കോളിനേക്കാളും ഇമെയിലിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് വാട്സപ്പ് മെസ്സേജസുമാണ്. മാർക്കറ്റിംഗ് സക്സസിന് വേണ്ടിയിട്ട് ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ അവൈലബിൾ ആണ്. മെസ്സേജ് ഓട്ടോമേഷൻ, അതേപോലെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ക്രിയേഷൻ, മെസ്സേജ് ലേബലിംഗ്. അതുകൂടാതെ ഇപ്പോൾ അർദ്ധരാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങിയാലും നിങ്ങൾക്ക് വരുന്ന മെസ്സേജസിന് വാട്സപ്പ് തന്നെ ഓട്ടോമാറ്റിക് റിപ്ലൈസ് ജനറേറ്റ് ചെയ്യും. അതുവഴി നിങ്ങളുടെ സെയിൽസിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള വാട്സപ്പിന് ഇൻറ്റഗ്രേഷൻ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വാട്സപ്പിലേക്ക് ആളുകളെ ഡയറക്റ്റ് ചെയ്യുന്ന വാട്സപ്പ് ആഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. മാർക്കറ്റിംഗിനപ്പുറം നല്ലൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് വാട്സപ്പിലൂടെ സാധിക്കും. സപ്പോർട്ട് ചാറ്റുകളും കൂടുതൽ എൻക്വയറീസും പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ഓഫേഴ്സും ഒക്കെ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റീസ് വഴി നമ്മുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കസ്റ്റമേഴ്സിന് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുമ്പോൾ അവർക്കുള്ളിൽ നമ്മുടെ ബ്രാൻഡിനോട് ട്രസ്റ്റ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചാനലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ തന്നെ ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ഒരു വ്യക്തിഗതമായ രീതിയിൽ തന്നെ നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ അവർക്ക് നമുക്ക് പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് കൊടുക്കാം, അതേപോലെ ഡിസ്കൗണ്ട്സ് കൊടുക്കാം, പുതിയ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാം. ഇത് കസ്റ്റമേഴ്സിന് കൂടുതൽ ഒരു പേഴ്സണലൈസേഷൻ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ലോക്കലോ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് ബിസിനസ് ആയാൽ പോലും വാട്സപ്പ് വഴി നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വാട്സപ്പ് എന്നത് നമുക്കൊരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ഉപയോഗിക്കുന്ന ടൂൾ മാത്രമല്ല, കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാനും അതുവഴി നമ്മുടെ കൂടുതൽ സെയിൽസിനെ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പരസ്യവും അതിൽ നിന്നുള്ള സെയിൽസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ബ്രിഡ്ജ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്യുക. വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മളൊരു ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ലോഗോ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സും സർവീസും എല്ലാം നമുക്ക് കാറ്റലോഗ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതുകൂടാതെ നമുക്കിപ്പോൾ ലോക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഓട്ടോമേറ്റഡ് മെസ്സേജസ്. ഓട്ടോമേറ്റഡ് മെസ്സേജ് തന്നെ നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് വെൽക്കം മെസ്സേജും ഉണ്ട്, ഒന്ന് എവേ മെസ്സേജും ഉണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളോട്ടൊരു ചാറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമറെ നമുക്കൊരു വെൽക്കം ഗ്രീറ്റിംഗ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനിലായിരുന്നാൽ പോലും ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവേ മെസ്സേജും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ബിസിനസ് സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ വാട്സപ്പ് ബിസിനസ് നമ്പർ നമ്മുടെ ഫേസ്ബുക്ക് പേജുമായിട്ടും ഇൻസ്റ്റാഗ്രാം ബിസിനസ് പ്രൊഫൈലുമായിട്ട് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളൊരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുമ്പോൾ അതുവഴി കസ്റ്റമേഴ്സിനെ നമ്മുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമൈസ് ആയിട്ടുള്ള മെസ്സേജസും അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം കൂടുതൽ സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്സപ്പോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ഫ്രീ ഫീച്ചേഴ്സ് കൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ വാട്സപ്പ് മാർക്കറ്റിങ്ങും ഇതോടൊപ്പം ചെയ്തു പോകാം. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ്, ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ സെയിൽസിൽ വാട്സപ്പിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.